ഹലോ. അപ്പോൾ എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ടല്ലേ? അപ്പോൾ നമ്മുടെ എല്ലാ ഫ്രണ്ട്സും ഒരുപോലെ ആയിരിക്കണമെന്നുമില്ല. ഒരു ബൊക്കയിലെ പൂക്കൾ പോലെ പല പല ക്യാരക്ടേഴ്സും പ്രത്യേകതകളും ഒക്കെ ഉള്ള ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ? നമ്മൾ കുറച്ചുകൂടി കസ്റ്റമൈസ് ആയിട്ട് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ നമുക്കൊരു മിനി ഗിഫ്റ്റ് ഐഡിയ നോക്കിയാലോ? കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ നമുക്കിന്ന് സെലക്ട് ചെയ്യാം അല്ലേ? അപ്പോൾ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഐഡിയാസ് നമുക്ക് നോക്കിയാലോ? ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കുറച്ച് കൊറിയൻ ഔട്ട്ഫിറ്റ്സും പിന്നെ അതുപോലെ തന്നെ എത്നിക് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സും അതിന് ചേരുന്ന ആക്സസറീസും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനനുസരിച്ച് എടുക്കാം. ആക്സസറീസും നിങ്ങളുടെ ഔചിത്യം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ഗ്ലാസ് ഷീറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതിന് ഒരു ലൈറ്റായിട്ടുള്ള പെയിൻറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. മെറ്റാലിക് സിൽവർ കളറാണ് ഇയറിങ്സിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ലൈറ്റ് ഷെയ്ഡാണ് ഇയർ കഫിന് കൊടുത്തിട്ടുള്ളത്. ഈ ഗ്ലാസ് ഷീറ്റ് വെച്ച ശേഷം ഇയർ കഫിന് മുകളിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് വെക്കാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ആക്സസറീസിന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ്. വലിയ ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഇനി അത് ആ ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഒരു ഫാൻസി ലിപ്സ്റ്റിക്കിൻ്റെ സ്റ്റിക്കർ കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു സ്കേർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ടോപ്പും ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഹുഡി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സ്കേർട്ടിന് വേണ്ടിയിട്ടുള്ള ടോപ്പാണ്. ഇതൊന്ന് കളർ ചെയ്തെടുക്കണം. ഇവിടെ ഇപ്പോൾ ഞാൻ മൾട്ടി കളറാണ് കൊടുത്തിട്ടുള്ളത്. ആ സ്കേർട്ടിന് ചേരുന്ന വിധത്തിലാണ് അത് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഓയിൽ പേസ്റ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഫ്രണ്ട് പോർഷനിൽ വരുന്ന പീസ് ഓഫ് പേപ്പറാണ്. ഇതൊരു ചെറിയ ഉടുപ്പിൻ്റെ ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് ഇനി ഒരു ജാക്കറ്റ് കൊടുത്ത് അതിൻ്റെ മുകളിൽ പോഞ്ച് ചെയ്ത് പിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കളർ ചെയ്തെടുക്കണം. ഈ ജാക്കറ്റ് പോർഷൻ വരുന്നത് നമ്മൾ ആ ഉടുപ്പിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോൾ വരുന്ന വേസ്റ്റ് പേപ്പറാണ് ആ ജാക്കറ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കളർ ചെയ്തതിന് ശേഷമുള്ള ലുക്ക്. ജാക്കറ്റും കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ഷെയ്ഡാണ് ജാക്കറ്റിന് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ഉള്ളിലുള്ള പോർഷന് ക്രയോൺ വെച്ചിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പോഞ്ചാണ്. ഇത് നമുക്കിനി വെട്ടിയെടുക്കണം. അപ്പോൾ ജാക്കറ്റ് വെച്ചിട്ട് അതിന് മുകളിൽ പോഞ്ച് വെച്ച് അറ്റാച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആ ഫ്രണ്ടിൻ്റെ ക്യാരക്ടർ അനുസരിച്ചും ടേസ്റ്റ് അനുസരിച്ചും ഒക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് വിഷസോ കോട്ട്സോ ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആളെ ഒന്ന് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഗിഫ്റ്റ് തുറന്ന് നോക്കുമ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര ഇംപ്രഷൻ കിട്ടുന്ന രീതിയിൽ നമുക്കിത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഇവിടെ ഇപ്പോൾ ഞാൻ ലിപ് ഷെയ്ഡിൻ്റെ കുറച്ച് കോംപ്ലിമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്സസറീസിനും കോംപ്ലിമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു ഔചിത്യം അനുസരിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കിട്ടുന്ന ഗിഫ്റ്റിനൊക്കെ ഒരു സ്പെഷ്യൽ വാല്യൂ ഉണ്ടല്ലേ? നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ അയാളുടെ സമയമൊക്കെ ചിലവഴിച്ച് നമ്മളെ ഒബ്സർവ് ചെയ്ത് അനലൈസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഗിഫ്റ്റ് അല്ലേ? അപ്പോൾ നമുക്കത് ഭയങ്കര സ്പെഷ്യലായിരിക്കും. പിന്നെ ഇവിടെ പെർഫ്യൂമിൻ്റെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെർഫ്യൂംസ് യൂസ് ചെയ്യുന്ന ഒരു ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ ആദ്യമേ കട്ട് ചെയ്തെടുത്ത ഒരു ഉടുപ്പിൻ്റെ ഷേപ്പിലുള്ള അടുത്ത പേപ്പറാണ്. അവിടെ നമ്മൾ ആ സ്കേർട്ടും ടോപ്പും അറ്റാച്ച് ചെയ്ത് ഒരു കോട്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലെ പോർഷനിൽ ജാക്കറ്റും പോഞ്ചോയും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഗിഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ
വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. ഇനി നമുക്കിതിൽ പോഞ്ചോയും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്.